പ്രതിരോധമാണോ അതോ ഗോളടിക്കുകയാണോ? 100% ഡിഫൻസിലേക്ക് വരുമ്പോൾ തന്നെ ചില സമയത്തൊക്കെ ഓവർലാപ്പ് ചെയ്ത് അറ്റാക്ക് ചെയ്യുന്ന സ്വഭാവം കാണിച്ചിരുന്നു. ഡിഫൻഡർ തന്നെ ഗോളടിക്കുക. രാഷ്ട്രീയ കളിയിലും ചില സമയത്ത് കളിയിലെ തന്ത്രങ്ങൾ ഉപയോഗിക്കേണ്ടി വരും. കായിക താരങ്ങൾക്ക് അനുയോജ്യമായ രീതിയിലുള്ള പല മാറ്റങ്ങളും സ്പോർട്സ് കൗൺസിൽ വരുത്താൻ സാധിച്ചിട്ടുണ്ട്. നിലമ്പൂരിലെ ജനങ്ങൾ യഥാർത്ഥ വികസനം എന്താണെന്ന് തിരിച്ചറിയും. അതിൽ ലോകത്തിലെ ഏറ്റവും വലിയ ബഡായി എന്നേ പറയാൻ പറ്റുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞു, വടപുറം തൊട്ട് വഴിക്കട വരെയുള്ള ഫ്ലെക്സ് വെക്കുന്നതിൽ മാത്രമേ വികസനം കാണുന്നുള്ളൂ. ഒരു പദ്ധതിയെങ്കിലും അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ആരംഭിച്ചതോ പൂർത്തിയാക്കിയതോ പറയാൻ കഴിയുമോ? High sleep for a better life. High sleep mattress. Skywave Amusement Park, കക്കാടംപൊയിൽ, മലപ്പുറം. ഷെറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, ഷെറഫിയ ബിൽഡിംഗ്, നിലമ്പൂർ റോഡ്, വണ്ടൂർ. നിലമ്പൂരിൽ അതിശക്തമായ ചൂടാണ്. വേനൽ ചൂട് മാത്രമല്ല, തെരഞ്ഞെടുപ്പിൻ്റെ ചൂടും ഇങ്ങനെ വളരെ ഉച്ചസ്ഥായിയിൽ നിൽക്കുകയാണ്. വിശ്രമങ്ങളില്ലാതെ മുന്നണികളെല്ലാവരും ഇപ്പോൾ പ്രചരണ പ്രവർത്തനങ്ങളിലാണ്. മറ്റ് അയൽ മണ്ഡലങ്ങളിലൊക്കെ കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് ചൂടിന് അല്പം ആശ്വാസമേകിയ ഒരു മഴയൊക്കെ പെയ്തിരുന്നു. പക്ഷേ നിലമ്പൂരിൽ മഴയുമില്ല, കാരണം അത്രയേറെ ചൂട് ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ എന്നോടൊപ്പം ഉള്ളത് യു ഷറഫലി, നിലമ്പൂരിലെ LDFൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. എന്തൊക്കെയാണ് പ്രതീക്ഷകൾ? ഇപ്പോൾ ഇങ്ങനെ ദിവസങ്ങളായി പ്രചരണ പ്രവർത്തനം നിൽക്കുകയാണ്. ഓരോ ദിവസം കൂടുന്തോറും പ്രതീക്ഷ കൂടി വരികയാണ്. 92-ലും 93-ലും ഒക്കെ സന്തോഷ് ട്രോഫി നേടുന്നതിന് വേണ്ടി, കേരളത്തിന് സന്തോഷ് ട്രോഫി നേടുന്നതിന് വേണ്ടി ഒരു ഡിഫൻഡറായി നിന്ന് ഫൈറ്റ് ചെയ്ത ഒരാളാണ് താങ്കൾ. അപ്പോൾ എപ്പോഴും ഒരു ഡിഫൻഡറാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് ആ ഒരു ഡിഫൻഡർ എന്നുള്ള നിലയിൽ തന്നെ പ്രതിരോധമാണോ അതോ ഗോളടിക്കുകയാണോ? തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട തന്ത്രങ്ങൾ എന്നെക്കാളും കൂടുതൽ എൻ്റെ പാർട്ടി സഖാക്കളും പാർട്ടി നേതാക്കളും തന്നെയാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് തന്ത്രം കളിയിലെ തന്ത്രം ഒരുപക്ഷെ വ്യത്യാസമായിരിക്കാം. എന്നിരുന്നാലും ചില കളികളിലെ തന്ത്രങ്ങൾ പ്രയോഗിക്കേണ്ടി വരും. അപ്പോൾ ഡിഫൻസ് 100% ഡിഫൻസിലേക്ക് വരുമ്പോൾ തന്നെ ചില സമയത്തൊക്കെ ഓവർലാപ്പ് ചെയ്ത് അറ്റാക്ക് ചെയ്യുന്ന സ്വഭാവം കാണിച്ചിരുന്നു. ഡിഫൻഡർ തന്നെ ഗോളടിക്കുക. അങ്ങനെ ഗോളടിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും പല പ്രാവശ്യം അടിച്ചു. ഏത് കളി എങ്ങനെ ഓർമ്മയുണ്ട്? സന്തോഷ് ട്രോഫിയിൽ തന്നെ ഉണ്ടായിരുന്നു, ഫെഡറേഷൻ കപ്പിലൊക്കെ ഉണ്ടായിരുന്നു, പല മത്സരങ്ങളും അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കളിയിലെ തന്ത്രങ്ങൾ കൂടി ഈ ഒരു കളിയിൽ, രാഷ്ട്രീയ കളിയിൽ കൂടെ പയറ്റുകയാണല്ലേ നിലമ്പൂർ? രാഷ്ട്രീയ കളിയിലും ചില സമയത്ത് കളിയിലെ തന്ത്രങ്ങൾ പ്രയോഗിക്കേണ്ടി വരും, ആവശ്യത്തിനനുസരിച്ച് പ്രയോഗിക്കേണ്ടി വരും. ഇപ്പോൾ നിലമ്പൂരിലേക്ക് വരുമ്പോൾ ഇപ്പോൾ പ്രസംഗങ്ങളിലൊക്കെ പറയുന്നുണ്ട് നിലമ്പൂർ ഒരു അപരിചിത മേഖലയല്ല. കുട്ടിക്കാലത്ത് ഇവിടെ ഉസ്മാൻ ഡോക്ടറുടെ വീട്ടിലടക്കം താമസിച്ചുകൊണ്ട് നിലമ്പൂരിനെ അറിയാൻ, നിലമ്പൂരിലെ ബന്ധങ്ങളുണ്ടെന്നൊക്കെ പറയുന്നു. എന്നാലും നിലമ്പൂരിലെ ജനങ്ങളെ സംബന്ധിച്ച് താങ്കൾ തെരഞ്ഞെടുപ്പ് ചിത്രത്തിലേക്ക് വരുമ്പോഴാണ് താങ്കൾ നിലമ്പൂരിലേക്ക് ആദ്യമായി വരുന്നത് എന്നുള്ളൊരു കാഴ്ചപ്പാടാണ്. എങ്ങനെയാണ് നിലമ്പൂരിലെ ജനങ്ങളെ ഇപ്പോൾ ഈ ദിവസത്തെ പര്യടന പ്രവർത്തനങ്ങൾക്കിടയിൽ വിലയിരുത്തുന്നത്? വളരെ നല്ല നല്ല ഓർമ്മകളുള്ള സ്ഥലമാണ്. ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ട് കളിക്കുന്ന കാലം തൊട്ട് കളി നിർത്തുന്നവരെ, കളി നിർത്തിയതിന് ശേഷം പല സൗഹൃദങ്ങളും നിലനിൽക്കുന്ന സ്ഥലം. പരീക്കൊണ്ട പോലെ തന്നെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും നല്ല സൗഹൃദമുള്ളൊരു സ്ഥലം എന്ന് ഒരിക്കലും എനിക്ക് അപരിചിതമല്ല. ഇഷ്ടം പോലെ ആളുകൾ. പിന്നെ നിലമ്പൂരിൻ്റെ ഒരു സ്വഭാവം തന്നെ നമുക്കറിയാം. നിലമ്പൂരിൻ്റെ സ്വഭാവം സ്വതന്ത്രരായിട്ടുള്ള എല്ലാവരെയും സ്വീകരിച്ചിട്ടുള്ളൊരു മണ്ണാണ് എന്നുള്ളതിൻ്റെ പ്രത്യേകത. ഇതിനു മുമ്പ് ടി കെ ഹംസാക്കയായാലും അൻവറായാലും എന്നെ പോലെ നിലമ്പൂരിൻ്റെ തൊട്ട് പ്രദേശത്തുകാരാണ്. അവരെ ഇരുകൈയും നീട്ടിയ സ്വീകരിച്ച നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ഷറഫലിയെ സ്വീകരിക്കുക എന്ന് ഒരിക്കലും മാറ്റിവെക്കുന്നതല്ല, അവർ സ്വീകരിക്കുമെന്ന് തന്നെ ഒരു വിശ്വാസം. ഈ കുഞ്ഞാലിയെ പോലെ ഒരു ധീര രക്തസാക്ഷി ഉണ്ടായൊരു മണ്ണാണ്, അതായത് വിപ്ലവ പ്രസ്ഥാനത്തിന് അത്രയേറെ വേരുകളുള്ളൊരു മണ്ണാണ് നിലമ്പൂർ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സീറ്റിലേക്ക് താങ്കൾ പരിഗണിക്കപ്പെടുമ്പോൾ തന്നെ എന്തായിരുന്നു ആദ്യം, എങ്ങനെയാണ് അതിനെ കണ്ടത്? എനിക്ക് വലിയ അഭിമാനം തോന്നി. കുഞ്ഞാലിയുടെ മണ്ണ്, അതിലുപരിയായിട്ട് ഒട്ടനവധി കലാകാരന്മാർ, നിലമ്പൂർ ബാലൻ അല്ലേ, നമ്മുടെ എസ് എ ജമീൽ, ഇതുപോലെയുള്ള KT മുഹമ്മദ്, നമ്മുടെ ആയിഷാത്ത, ഇത്തരത്തിലുള്ള സാഹിത്യ രംഗത്തെ എഴുത്തുകാർ ഒരുപാട് ഉണ്ടായിട്ടുള്ള മണ്ണ്. അതിലുപരിയായിട്ട് ഹംസാക്കാരനെ രാഷ്ട്രീയ ഗുരു എന്നതിന് പറയും. അദ്ദേഹത്തെ പോലെ ഏറ്റവും വലിയ രാഷ്ട്രീയത്തിലെ ആ വ്യക്തിത്വം, അദ്ദേഹത്തിനെ ജയിപ്പിച്ചെടുത്ത മണ്ണ്. ഇടതുപക്ഷത്തിന് വലിയ സാധ്യതയുള്ള ഈ നിലമ്പൂർ മണ്ഡലത്തിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നെ പരിഗണിക്കുമ്പോൾ തന്നെ എനിക്ക് വലിയ അഭിമാനം തോന്നിയിട്ടുണ്ട്. എനിക്ക് രാഷ്ട്രീയ പാരമ്പര്യമല്ല, കായിക രംഗത്തെ മികവും കഴിവും ഒരുപക്ഷെ അഡ്മിനിസ്ട്രേറ്റീവ് രംഗത്തുള്ള അനുഭവ സമ്പത്തും കണക്കിലെടുത്തുകൊണ്ട് ഒരു കായിക താരത്തിന് കേരളത്തിൽ ആദ്യമായിട്ട് ഒരു കൂട്ടുമുന്നണി അല്ലെങ്കിൽ മുന്നണി അവസരം തരുമ്പോൾ അത് എനിക്ക് മാത്രമുള്ള അംഗീകാരമായിട്ടല്ല ഞാൻ കണ്ടിട്ടുള്ളത്, ഒരു കായിക ലോകത്തിലുള്ള അംഗീകാരമായിട്ടാണ് കണ്ടിട്ടുള്ളത്.
ഇപ്പോൾ താങ്കളെ 2023 സ്പോർട്സ് കൗൺസിലിൻ്റെ സംസ്ഥാന അധ്യക്ഷനായി സർക്കാർ നിയമിക്കുകയാണ്. അപ്പോൾ താങ്കളിൽ പല പ്രതീക്ഷകളും വെച്ച് പുലർത്തിക്കൊണ്ടായിരിക്കണം താങ്കൾക്ക് ആ പദവി സർക്കാർ തരുന്നത്. ഒരു 3 വർഷം അതിൽ പ്രവർത്തിച്ചപ്പോൾ എങ്ങനെയൊക്കെയാണ് കായിക മേഖലയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചത്? എന്തൊക്കെ പദ്ധതികൾ താങ്കൾക്ക് പുതുതായി നടപ്പിലാക്കാൻ സാധിച്ചു? കായിക താരങ്ങൾക്ക് അനുയോജ്യമായ രീതിയിലുള്ള പല മാറ്റങ്ങളും സ്പോർട്സ് കൗൺസിൽ വരുത്താൻ സാധിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഈ സർട്ടിഫിക്കറ്റ്, വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് പലരും ജോലി തരപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത് വ്യാജ സർട്ടിഫിക്കറ്റ് തടയുന്നതിന് വേണ്ടിയിട്ട് യഥാർത്ഥ കായിക താരങ്ങൾക്ക് ആനുകൂല്യങ്ങൾ ലഭ്യമാകുന്ന രീതിയിൽ നിയമത്തിൽ മാറ്റം വരുത്തി സ്പോർട്സ് കൗൺസിൽ എന്ത് ചെയ്തു? ഈ സർട്ടിഫിക്കറ്റ് സംവിധാനം കൊണ്ടുവന്നു. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ അസോസിയേഷൻ്റെ തർക്കം കാരണം സംസ്ഥാനത്ത് പങ്കെടുത്ത കുട്ടികൾക്ക്, നാഷണൽ പങ്കെടുത്ത കുട്ടികൾക്ക് ആനുകൂല്യം കിട്ടാത്തൊരവസ്ഥയുണ്ടായിരുന്നു. അത് അസോസിയേഷന് അംഗീകാരമുണ്ടോ ഇല്ലേ നോക്കാതെ കായിക താരങ്ങൾ സംസ്ഥാന മീറ്റിലോ നാഷണൽ മീറ്റിലോ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ ആ കായിക താരങ്ങൾക്ക് ആനുകൂല്യം കിട്ടുന്ന തീരുമാനങ്ങളെടുത്തു. അതുപോലെ മലപ്പുറം ജില്ലയിലെ പല സ്ഥലങ്ങളിലും അരീക്കോട്, മഞ്ചേരി, പൊന്നാനി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പുതിയ സ്പോർട്സ് ഹോസ്റ്റൽ സംവിധാനം ഉൾപ്പെടുത്തിക്കൊണ്ടുപോയി കൂടുതൽ കായിക താരങ്ങൾക്ക് പരിശീലനത്തിനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തു. അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും എണ്ണം കുറഞ്ഞ് സ്പോർട്സ് ഹോസ്റ്റൽ നിർത്തിപ്പോണ്ട അവസ്ഥയുണ്ടായിരുന്നു. അവിടെയൊക്കെ കൂടുതൽ കുട്ടികളെ കൊടുത്ത് ഹോസ്റ്റലുകളില്ലാത്ത സ്ഥലങ്ങളിൽ പുതിയ ഹോസ്റ്റലുകൾ അനുവദിച്ചുകൊണ്ട് കൂടുതൽ കായിക താരങ്ങളെ പരിശീലിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ ഈ ഒരു പ്രവർത്തനങ്ങളൊക്കെയാണ് നിലമ്പൂരിലേക്ക് താങ്കളെ പരിഗണിക്കുന്നതിലേക്ക് കൂടി ഒരു മാനദണ്ഡമായി. ഈ പ്രവർത്തനങ്ങൾ മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ, അത് സ്പോർട്സ് കൗൺസിലുമായി ബന്ധപ്പെട്ടെടുത്ത തീരുമാനങ്ങൾ മാത്രമാണ്. അതാണ്. അപ്പോൾ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പല മേഖലകളിൽ നിന്നുള്ള ആളുകളെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പരിഗണിച്ചിട്ടുണ്ട്. കലാരംഗത്തും കായിക രംഗത്തും സിനിമാ രംഗത്തുള്ളവരൊക്കെ പരിഗണിച്ചിട്ടുണ്ട്. ഇത് കായിക രംഗത്തിൻ്റെ പ്രതിനിധിയായിട്ട് എനിക്കൊരു പരിഗണന തന്നു. അതും നിലമ്പൂരിൽ ഇടതുപക്ഷത്തിന് ഏറെ സാധ്യതയുള്ളൊരു സീറ്റിലേക്ക് തന്നു എന്ന് പറയുമ്പോൾ ഒരു മുന്തിയ പരിഗണനയായിട്ടാണ് ഞാൻ കാണുന്നത്. അഭിമാനത്തോടു കൂടി സ്വീകരിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ എതിർ സ്ഥാനാർത്ഥി അറിയാം, ആര്യടൻ മുഹമ്മദിൻ്റെ മകനാണ്. UDF അല്പം സ്വാധീനമുള്ളൊരു മണ്ഡലം കൂടി തന്നെയാണ് നിലമ്പൂർ എന്നാണ് അവരുടെ ഒരു വിലയിരുത്തലൊക്കെ. പല അട്ടിമറികളും നിലമ്പൂരിൽ നടന്നിട്ടുമുണ്ട്. ഇപ്പോൾ PV അൻവർ തന്നെ 2016 വരുമ്പോൾ അട്ടിമറിയിലൂടെയാണ് മണ്ഡലം പിടിച്ചെടുക്കുന്നത്. ദീർഘകാലം ആര്യടൻ മുഹമ്മദ് ജയിച്ചു വന്നൊരു മണ്ഡലം. അപ്പോൾ ഇത്തവണ ഒരു അട്ടിമറി വീണ്ടും ഈ ഉപതെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഈ ഒരു 8 മാസക്കാലത്തേക്ക് അപ്പുറത്തേക്ക് ഒരു അട്ടിമറി വീണ്ടും നിലമ്പൂരിൽ സംഭവിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു അട്ടിമറി എന്നതിലുപരി നിലമ്പൂരിലെ ജനങ്ങൾ യഥാർത്ഥ വികസനം എന്താണെന്ന് തിരിച്ചറിയും. ആ വികസനത്തിന് പിന്നിലുള്ളത് ആരാണെന്ന് തിരിച്ചറിയും. 10 വർഷത്തോളം കേരളത്തിൽ ഭരണം നടത്തിയിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നിലമ്പൂരിൽ നടന്നിട്ടുള്ളത്. അതിലേറ്റവും വലുതാണ് മലയോര ഹൈവേ, നിലമ്പൂർ ബൈപ്പാസ്, എടക്കര ബൈപ്പാസ്. നിലമ്പൂരിലും എടക്കരയിലും ട്രഷറി പുതിയ 100 ദിനം കൊണ്ട് 200 കോടിയുടെ വികസനങ്ങൾ നടത്തി. അത് അതിൽ ലോകത്തിലെ ഏറ്റവും വലിയ ബഡായി എന്നേ പറയാൻ പറ്റുള്ളൂ. 200 ദിവസം കൊണ്ട് 200 കോടി വികസനം എന്ന് പറഞ്ഞാൽ ഞാൻ അദ്ദേഹത്തിൻ്റെ വികസനം കിടക്കുന്നത് ഫ്ലക്സുകളിൽ മാത്രമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, വടപുറം തൊട്ട് വഴിക്കട വരെയുള്ള ഫ്ലക്സ് വെക്കുന്നതിൽ മാത്രമേ വികസനം കാണുന്നുള്ളൂ. ഒരു പദ്ധതിയെങ്കിലും അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ആരംഭിച്ചതോ പൂർത്തിയാക്കിയതോ പറയാൻ കഴിയും? ഇല്ല. ഇവിടെ 10 വർഷം കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിലമ്പൂരിൽ ഉണ്ടാക്കിയ വികസനങ്ങളുടെ ഒരു പട്ടിക തന്നെ തയ്യാറാക്കാൻ ഞങ്ങൾ തയ്യാറാണ്. എന്നാൽ ഈ കുറച്ച് കാലം MLA ആയിട്ടുള്ള സുഹൃത്ത് ഒരു വികസന പ്രവർത്തനങ്ങൾ തുടങ്ങിയതോ പൂർത്തിയാക്കിയതോ പറയാൻ പറ്റില്ല. വെറുതെ ഫ്ലെക്സിൽ 200 കോടി എന്ന് എഴുതിക്കൊണ്ട് കാര്യമില്ല. നിലമ്പൂർക്കാർക്ക് പ്രയോജനകരമായ ഏതെങ്കിലും ഒരു പദ്ധതി ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെയാണ് അന്ന് അദ്ദേഹം പറഞ്ഞത് അനുകൂലമല്ല, ഭരണ സംവിധാനം അനുകൂലമല്ല എന്ന്, അല്ലെങ്കിൽ സമയം കിട്ടിയില്ല. എന്തെങ്കിലും ആട്ടെ, സമയം കിട്ടിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 10 വർഷം കൊണ്ട് 2000 കോടിയിലധികം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നിലമ്പൂർ മണ്ഡലത്തിൽ നടത്തിയിട്ടുണ്ട്. അത് ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ വികസനത്തിൻ്റെ തുടർച്ച, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണ തുടർച്ചയും ആവശ്യമാണ്. അതിന് അനുകൂലമായൊരു സാഹചര്യം നിലമ്പൂരിൽ വേണം. അതുകൊണ്ട് തന്നെ നിലമ്പൂരിലെ ജനങ്ങൾ ഇടതുപക്ഷത്തിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി എനിക്ക് വോട്ട് ചെയ്യുമെന്ന് തന്നെ വിശ്വാസം. പര്യടനത്തിൻ്റെ തിരക്കിലാണ്. ഇപ്പോൾ രണ്ടാം ഘട്ട പര്യടനത്തിന് പോകാനിരിക്കുകയാണ് ഉച്ചയ്ക്ക് ശേഷമുള്ള. ഞാൻ ഒറ്റ ചോദ്യം കൂടെ ചോദിച്ചോട്ടെ. നിലമ്പൂരിലെ ജനങ്ങൾ താങ്കൾക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിച്ചാൽ താങ്കൾ ഏത് രീതിയിലായിരിക്കും നിലമ്പൂരിനെ തിരിച്ച് അവർക്ക് വികസന കാര്യങ്ങളിൽ തിരിച്ചു കൊടുക്കുക? എല്ലാ പ്രശ്നങ്ങളിലും നിലമ്പൂരിൻ്റെ എല്ലാ ആവശ്യങ്ങളിലും നിലമ്പൂരിൻ്റെ കൂടെ എന്നും ഉണ്ടാവും. നിലമ്പൂരിൻ്റെ വികസനത്തിന് വേണ്ടി നിലമ്പൂരിൻ്റെ ഓരോ പ്രവർത്തനങ്ങളിലും അവരോടൊപ്പം ഉണ്ടാകും, അവരുടെ ജനങ്ങളോടൊപ്പം ഉണ്ടാകും. ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഒരുപാട് വികസന പദ്ധതികൾ പൂർത്തിയാക്കാനുണ്ട്, ആരംഭിക്കാനുണ്ട്. അതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് നിലമ്പൂർക്കാരോടൊപ്പം എന്നും ഞാനും ഉണ്ടാവും എന്ന് ഉറപ്പ് നൽകുകയാണ്.
തീർച്ചയായും സന്തോഷ് ട്രോഫിയിൽ പ്രതിരോധ താരമായി കളിച്ച് ഗോളടിച്ച് ടീമിനെ വിജയിപ്പിക്കുന്ന ആ ഒരു കരുത്തിൽ തന്നെയാണ് ഈ ഒരു രാഷ്ട്രീയ കളത്തിൽ ഗോളടിച്ചുകൊണ്ട് നിലമ്പൂരിൽ നിന്നും വിജയിച്ചു വരാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് യു ഷറഫ് അലി ഉള്ളത്. എന്തായാലും എല്ലാവിധ ആശംസകൾ നേരുന്നു. എന്തായാലും വോട്ടുത്സവം മറ്റ് വിശേഷങ്ങളുമായി തുടരും. High Sleep for a better life. High Sleep mattress. Skywave Amusement Park, കക്കാടംപൊയിൽ, മലപ്പുറം. ഷെർഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, ഷെർഫിയ ബിൽഡിംഗ്, നിലമ്പൂർ റോഡ്, വണ്ടൂർ.